ദൈവനാമത്തിന് മഹത്വം. ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൽ പരിശുദ്ധ പരുമലമാ ഗ്രിഗോറിയോസിനോടുള്ള പ്രത്യേക മധ്യസ്ഥതയിൽ കൂടി വരുന്ന ദൈവത്തിൻ്റെ ജനമേ, ഈ ഇടത്തു നിന്നുള്ള സന്ദേശങ്ങളാകട്ടെ പ്രാർത്ഥനകളാകട്ടെ സാഗൂതം വീക്ഷിക്കുകയും അതിൽ പ്രാർത്ഥനാപൂർവം തങ്ങളായിരിക്കുന്നിടത്ത് പങ്കുചേരുകയും ചെയ്യുന്ന അനേകം പ്രേക്ഷകരുണ്ട്. അത് ശ്രവിക്കുന്ന ആളുകളുണ്ട്, കാണുന്ന ആളുകളുണ്ട്. പ്രാർത്ഥനാപൂർവം പങ്കുചേരുന്ന ആയിരക്കണക്കിന് ആളുകൾ ലോകത്തിൻ്റെ വിവിധ ഇടങ്ങളിലിരുന്ന് ഇതിൽ പങ്കുചേരുന്നുണ്ട്. അവരെയും പ്രാർത്ഥനാപൂർവം ഞാൻ നമിക്കുന്നു. ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൽ നാം ജീവിക്കുന്നു എന്നുള്ളതിന് നമുക്ക് പ്രത്യേകിച്ച് തെളിവൊന്നും തന്നെ ആവശ്യമില്ല. ഒരു ചിന്തകൻ ഇങ്ങനെ പറയും, ഹൂ ഈസ് കൺസേൺഡ് അബൌട്ട് വിന്നിങ് ഇൻ ദിസ് വേൾഡ്? ആരാണ് വിജയത്തെക്കുറിച്ച് അമിതമായി ആശങ്കയോടെ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്? സർവൈവൽ ഈസ് മോർ ദൻ എനിത്തിങ് എൽസ്. ജീവിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് തന്നെ വലിയൊരു തെളിവാണ് എന്നാണ്. അതുകൊണ്ട് ജീവിതത്തിൽ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നാം നിലനിൽക്കുന്നു എന്നുള്ളതിന് നാം തെളിവ് അന്വേഷിക്കേണ്ടതില്ല. നമ്മുടെ ജീവിതം അതിന് തെളിവ് തന്നെയാണ്. നമ്മുടെ അനുഭവങ്ങൾ അതിന് തെളിവാണ്. നമ്മുടെ ജീവിത അനുഭവങ്ങൾ എപ്പോഴും ദൈവകരുതലിൻ്റെ തെളിവിലാണ്. അതിന് യാതൊരു തർക്കവുമില്ല. ഈ ദിവസങ്ങളിൽ നമ്മുടെ ഈ ജില്ലയിൽ തന്നെ ഒരു സ്ഥലത്ത് നടന്ന രാത്രി 9:30 നടന്ന അപകടത്തിൻ്റെ മരണ നമ്പറുകൾ ഇങ്ങനെ ഓരോ ദിവസവും കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ അത് 6 തീർന്നിട്ടുണ്ട്. നമ്മളൊന്ന് ഓർത്ത് നോക്കി, നമ്മൾ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ചിലയിടത്ത് നിന്ന് നടന്ന്, ചിലയിടത്ത് നിന്ന് വാഹനങ്ങളിൽ ഒക്കെ സഞ്ചരിച്ച് നമ്മൾ ഈ സ്ഥലത്ത് ഇപ്പം ഇവിടെ വന്നിരിക്കുകയാണ്. ചില ജംഗ്ഷനുകളിൽ നമ്മൾ പെട്ടെന്ന് നമ്മൾ സഞ്ചരിച്ച വാഹനം ഒന്ന് ബ്രേക്ക് ചെയ്യുമ്പോൾ നമ്മൾ നോക്കി, അപ്പോഴാണ് മനസ്സിലായത് ബ്രേക്ക് ചെയ്യാനൊരു കാരണം ഉണ്ടായിരുന്നു. ആ ഡ്രൈവർ അത് ശ്രദ്ധിച്ചു. ഒരു സൈക്കിളുകാരൻ കുറുക്കിയാടി, അല്ലെങ്കിൽ ഒരാൾ നടന്നു കയറി, അയാൾ പെട്ടെന്ന് ബ്രേക്ക് ചെയ്യുക. നമ്മുടെ മുഖവും ചുണ്ടും ഒന്ന് ഇടിക്കത്തക്ക രീതിയിൽ വണ്ടിയുടെ ഫ്രണ്ടിലെ ആ സീറ്റിൻ്റെ മുകളിലത്തെ കമ്പിയിൽ ഒന്ന് ചെന്ന് മുട്ടി. അപ്പോൾ നമ്മൾ മനസ്സുകൊണ്ട് പറയും, ദൈവം കാത്തു, വേറെ ഒന്നും പറ്റിയില്ലല്ലോ, ഇവിടേക്ക് ഒന്ന് തപ്പി നോക്കിയിട്ട് പല്ലിന് കുഴപ്പമില്ല, ചുണ്ടിനൊരു ചെറിയൊരു പ്രയാസം ഉണ്ടെന്നേ ഉള്ളൂ, വേറെ കുഴപ്പമില്ല എന്ന് ഉറപ്പാക്കിയിട്ട് അല്ലാതെയോ നമ്മൾ ഉടനെ പറയും ദൈവം കാത്തു. നമ്മൾ ചിലപ്പോൾ 100 കണക്കിന് കിലോമീറ്ററുകൾ സഞ്ചരിച്ച് വന്നപ്പോൾ അവസാന 1 കിലോമീറ്ററിൽ ഉണ്ടായ ഒരു ദൈവ സംരക്ഷണത്തിൻ്റെ ബോധ്യമായിരിക്കും അത്. അതിനു മുമ്പ് സഞ്ചരിച്ച 100 കണക്കിന് കിലോമീറ്ററുകളിൽ ദൈവം കാത്തതിനെക്കുറിച്ച് നമ്മൾ ഓർത്തോ? നിർബന്ധമില്ല, അത് ഓർക്കണമെന്ന് നിർബന്ധമില്ല. ഇപ്പം ഒന്ന് ഓർത്തേ. ഇവിടെ ഇരിക്കുന്ന അമ്മച്ചി 90 വയസ്സുണ്ട്, എനിക്കറിയാവുന്ന അമ്മച്ചിയാണ്. മാന്നാർ വാർത്താമറിയം പള്ളി ഇടവയിലെ അമ്മച്ചിയാണ്. ഇപ്പോൾ എല്ലാവരും ശ്വസിച്ചുകൊണ്ടിരിക്കുകയാണെന്നൊന്നൊന്ന് ഓർത്തേ. നമ്മൾ ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ 90-കാരിയും ഇവിടെ ഇരിക്കുന്ന ബാക്കിയുള്ളവരും എന്തുകൊണ്ടാണ് തൊട്ട് മുമ്പ് അത് ഓർക്കാഞ്ഞത്? പിന്നെ ശ്വാസം മുട്ടൽ വരുന്നതന്നെ ഓർക്കുന്ന കാര്യം പിന്നെ ഇപ്പോൾ അച്ഛനങ്ങോട്ട് പറഞ്ഞപ്പോൾ ഓർക്കുന്നു. അന്നേരം നമ്മളൊന്ന് ഓർത്തെന്നേ ഉള്ളൂ. നമ്മുടെ ഫിസിയോളജിക്കൽ ഫിനമിനൻ അനുസരിച്ച്, നമ്മുടെ ശരീരശാസ്ത്രം അനുസരിച്ച് ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്യുന്നത് നമ്മൾ അറിയണമെന്ന് നിർബന്ധമൊന്നുമില്ല. അതിങ്ങനെ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുകയാണ്. അതൊരു പൈപ്പിലൂടെ ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് ചില ഉപകരണങ്ങളൊക്കെ അകത്ത് ഫിറ്റ് ചെയ്തിട്ടുണ്ട്, അതിലൂടെ കയറി ഇറങ്ങുന്നു, പിന്നെ വേറെ ചിലയിടത്തോട്ട് അത് കടത്തി വിടുന്നു. അത് നമ്മൾ പ്രത്യേകിച്ചത് ഓർക്കുകയോ അത് അറിഞ്ഞ് ശ്വാസം എടുക്കുകയോ ഒന്നും നിർബന്ധമൊന്നുമില്ല. നമ്മൾ ഉറങ്ങുമ്പോൾ ആരാ അറിയുന്നേ? നമ്മൾ ഉണർന്നപ്പോഴാണ് എടുത്തത് അറിഞ്ഞത്. അല്ലെങ്കിൽ ഉറക്കത്തിന് തടസ്സമുണ്ടായത് ശ്വാസത്തിന് തടസ്സമുണ്ടായപ്പോഴാണ്.
ഇതുപോലെ നമ്മളറിയാതെ, നമ്മൾ ഓർക്കാതെ, ചിലപ്പോൾ നമ്മൾ പരിഗണിക്കാതെ ദൈവ കരുതലിൻ്റെ അനേക നിമിഷങ്ങളിലൂടെ, അനേക കിലോമീറ്ററുകളിലൂടെ, അനേക വത്സരങ്ങളിലൂടെ, ആണ്ടുകളിലൂടെ, അനേക ദിവസങ്ങളിലൂടെ നാം സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. വി ആർ കോൺസ്റ്റൻ്റ്ലി അണ്ടർ ഗോഡ്സ് പ്രൊവിഡൻസ്. ദൈവത്തിൻ്റെ കരുതലിൽ നാം എപ്പോഴുമാണ് എന്നുള്ള ബോധ്യം നമുക്കുള്ളതാണ്. ഈ ബോധ്യത്തിൽ നമ്മൾ തുടരുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ചില അനുഭവങ്ങൾ നമുക്കുണ്ടാകാറുണ്ട്. അത് പ്രത്യേകമായി നമ്മെ ബോധ്യപ്പെടുത്തുന്ന ചില കാര്യങ്ങളാകാം. നോമ്പും അനുഷ്ഠാനങ്ങളും ഒക്കെ അതിൻ്റെ ഇടയിൽ വരുന്ന ചില ബോധ്യങ്ങളാണ്. അതേക്കുറിച്ച് സ്വാഗത പ്രസംഗം പറഞ്ഞപ്പോൾ മാനേജരച്ചൻ ഒരു ആമുഖം പറഞ്ഞിരുന്നു. ഞാൻ ആമുഖത്തിൽ ഇനി മുന്നോട്ട് പോകുന്നില്ല. ദൈവത്തിൻ്റെ കരുതലിൻ്റെ അനുഭവങ്ങളിൽ നാം തുടരുന്നതിന് ചേരുന്ന ചില അനുഷ്ഠാനങ്ങളിലൂടെ നമ്മൾ മുന്നോട്ട് പോവുകയാണ്. അനുഷ്ഠാന കാലഘട്ടമായതുകൊണ്ട്, പ്രത്യേകിച്ച് ഈ ദിവസങ്ങളിൽ ഇതൊരു മധ്യസ്ഥ സ്ഥാനം കൂടെ ആയതുകൊണ്ട് അതിനനുയോജ്യമായ ഒരു ചിന്ത ഇവിടെ പങ്കുവെക്കണം എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അത് കന്യകമറിയാമിനും ജോസഫിനും ഒപ്പം ക്രിസ്തുവിങ്കലേക്ക് എന്നുള്ളതാണ്. കന്യകമറിയാമിനും ജോസഫിനും ഒപ്പം ക്രിസ്തുവിങ്കലേക്ക്. നോക്കൂ, നമുക്ക് മധ്യസ്ഥ സ്ഥാനങ്ങളൊക്കെ ഉണ്ട്. നമ്മളിവിടെ അനേകം പേര് കൂടി വരും. എൻ്റെ അടുത്ത വീട്ടിലെ ഒരു മോനും ഭാര്യയും, അവർ എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ ഇവിടെ ആദ്യ കുർബാനയ്ക്ക് വന്നിട്ട് തിരിച്ചു. ഇന്ന് അവർ തിരിച്ചു പോകുമ്പോൾ ഞാൻ കണ്ടു. എൻ്റെ അടുത്ത വീട്ടിലെ മോനാണ്. സ്ഥിരമായി ഇവിടെ വരുന്ന മധ്യസ്ഥ പ്രാർത്ഥനകളിൽ പങ്കുചേരുന്ന ആളുകളുണ്ട്. സ്ഥിരമായി ഇവിടെ അങ്ങനെ എത്തും. ഞാൻ കഴിഞ്ഞ ചൊവ്വാഴ്ചയിൽ ഇവിടെ വന്നപ്പോൾ സെമിനാരി പനി പിടിച്ച് പിള്ളേർക്കൊക്കെ അവധി കൊടുത്തു. അപ്പോൾ ഞാനിവിടെ നേരിട്ട് ഇങ്ങോട്ടിങ്ങ് വന്നു. ഇവിടെ ഇരിക്കുമ്പോൾ ഒരു തിരുമേനി അങ്ങോട്ട് പോകുന്നത് ഞാൻ കണ്ടു. ഒരു തിരുമേനി അവിടെ മുറിയിൽ ഇരിപ്പുണ്ട്. ഇതിൻ്റെ അടുത്തൂടെ പോകുമ്പോൾ ഇവിടെ ഒന്ന് വന്നിട്ടങ്ങ് പോകണോ വെച്ചാൽ ക്ലിമീസ് തിരുമേനി പറഞ്ഞാണ്. ഇത് മെത്രാപ്പൊലിത്തന്മാരുടെ മാത്രമല്ല, ഇത് നമ്മളുടെ സ്വകാര്യമായ ഒരു മധ്യസ്ഥ ബോധ്യമാണ്. എന്നാൽ ഈ മധ്യസ്ഥത അതിൽ പൂർണ്ണമല്ല. അതുകൊണ്ടാണ് ഈ മധ്യസ്ഥത കർത്താവിങ്കലേക്ക്, വിശുദ്ധ തൃത്വത്തിങ്കലേക്ക് എന്നുള്ള ഒരു ബോധ്യമാണ്. ദൈവാലയവും അതിൽ പൂർണ്ണമല്ല, അതും തൃത്വത്തിലേക്ക് എന്നുള്ളതാണ്. അതുകൊണ്ട് അതിൽ ഈ വൈദിക സ്ഥാനവും കുപ്പായങ്ങളും പൂർണ്ണമല്ല, അതും ക്രിസ്തുവിങ്കലേക്ക് എന്നുള്ളതാണ്. അതിനുതകുന്നില്ലെങ്കിൽ ഇതുകൊണ്ട് ഒരു മൂല്യവുമില്ല. ഇതൊരു കുറച്ച് മീറ്റർ തുണി മാത്രമാണ്. തുണി പലതിനും ഉപയോഗിക്കാം. അതുകൊണ്ട് അതിലേക്ക് എന്നുള്ള ബോധ്യം ഈ നോമ്പ് നമുക്ക് കൈമാറുന്നതുകൊണ്ട് ഈ മാധ്യസ്ഥവും അങ്ങനെ തന്നെയാണ്. ക്രിസ്തുവിങ്കലേക്ക് പരിശുദ്ധ അമ്മയോടും ജോസഫിനോടും ഒപ്പം എന്നുള്ള ഈ ബോധ്യം നമ്മൾ കൈമാറുമ്പോൾ അതിനൊരാമുഖമായി മറ്റൊരു കാര്യം കൂടെ ചിന്തിക്കണം. നമ്മൾ പരിശുദ്ധ കന്യാവർത്തമറിയാമിനെ കുറിച്ച് മാധ്യസ്ഥത്തോടെ ചേർന്ന് വരുന്ന അത്രയും ജോസഫിനെ കുറിച്ച് പറയാറില്ല, ജോസഫിനെ കുറിച്ച് പ്രഖ്യാപിക്കാറില്ല, ജോസഫിനെ കുറിച്ച് ആചരിച്ചുകൊണ്ട് പെരുന്നാളുകൾ അധികം ആചരിക്കാറില്ല. പക്ഷേ ഈ ദിവസങ്ങളിൽ പ്രത്യേകിച്ച് സ്മരിക്കുന്ന നമ്മുടെ ഗീവർഗീസ് ഒസ്താത്യോസ് തിരുമേനി, അദ്ദേഹം മാർ ജോസഫിൻ്റെ മധ്യസ്ഥതയെക്കുറിച്ച് വലിയ ബഹുമാനമുള്ള ആളായിരുന്നു. പ്രത്യേകിച്ച് ഞാൻ എൻ്റെ വൈദിക ശുശ്രൂഷയുടെ തുടക്കത്തിൽ ജോസഫിൻ്റെ മധ്യസ്ഥതയിൽ ഒരു കുരിശടി പണിഞ്ഞാലോ എന്ന് ചിന്തിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം എന്താകും എന്ന് സംശയിച്ച് ഒരു ദിവസം ചോദിച്ചു.
ഏത് മധ്യസ്ഥതയിലാണ് പള്ളി കുരിശടി പണിയുന്നത് എന്ന് ചോദിച്ചു. അപ്പം ഞാനൊന്ന് സംശയിച്ചു, അല്പം പറയാൻ ഒന്ന് വിൽക്കുന്ന പോലെ തോന്നി. അദ്ദേഹം പറഞ്ഞു, എന്താ ഒരു സംശയം, ആരാണ്? ഞാൻ പറഞ്ഞു, ജോസഫ് ആയാലോ, മോർ ജോസഫ് ആയാലോ. അച്ഛൻ എന്താ സംശയം? മോർ ജോസഫിനെ കുറിച്ച് സഭയ്ക്ക് ബഹുമാനമില്ലെന്ന് അച്ഛന് വിചാരമുണ്ടോ? അദ്ദേഹത്തിൻ്റെ ചോദ്യമാണ്. വിശ്വാസപരമായ കാര്യങ്ങളിൽ ഓർത്തഡോക്സ് ആണോ എന്ന് പലരും സംശയം പറയുകയും, എന്നാൽ അദ്ദേഹം പുരാതന ക്രൈസ്തവ ചിന്തകതകളെ കാലികമായി അവതരിപ്പിക്കുവാനും കാലികമായി ചിന്തിക്കണമെന്ന് ബോധ്യപ്പെടുത്തുകയും ചെയ്ത ഒരു പിതാവായിരുന്നു. എന്നാൽ അതേസമയം വിശ്വാസ കാര്യങ്ങൾ മാത്രമല്ല, അതിനൊപ്പം അതിൻ്റെ എലിക ഉറപ്പിക്കുന്നതിനൊപ്പം നന്മയുള്ള പ്രവർത്തനങ്ങളിൽ മുന്നോട്ട് പോകണമെന്ന് പ്രഖ്യാപിച്ച് പ്രവർത്തിച്ച ആളായിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹം ദൈവശാസ്ത്രപരമായ ചിന്താഗതികൾ അരക്കിട്ടുറപ്പിച്ച് മുന്നോട്ട് പോകണമെന്ന് പഠിപ്പിക്കുന്ന ഒരാളായിരുന്നു. ഇതര മതങ്ങൾ നിങ്ങൾക്ക് വെറുക്കാനോ ചുമ്മാണ്ട് അവിടെ ഇവിടെയും ആരെങ്കിലും 4 പേര് കൂടുമ്പോൾ വർത്താനം പറഞ്ഞ് കളിയാക്കാനോ ചൊറിഞ്ഞ് വർത്താനം പറയാനോ ഉള്ളതല്ല എന്ന് ഇതര മതങ്ങളെക്കുറിച്ച് ബഹുമാനത്തോടെ പഠിപ്പിക്കുകയും ചെയ്ത ഒരു പിതാവായി. ഇന്നത്തെ പലർക്കും അതില്ല. അതുകൊണ്ട് അത് വളരെ പറഞ്ഞ അദ്ദേഹം പറയുകയാണ്, ജോസഫ് പിതാവിൻ്റെ മധ്യസ്ഥതയെക്കുറിച്ച് അച്ഛന് സംശയമുണ്ടോ? സംശയം വേണ്ട എന്ന് അദ്ദേഹം പറഞ്ഞത് ഞാൻ ഓർക്കുന്നു. സഭ പ്രഖ്യാപിച്ച് പറയാത്തതിൻ്റെ കാരണം കന്യകമറിയാമിനോടുള്ള മധ്യസ്ഥതയ്ക്ക് പ്രാധാന്യം വന്നത് ജോസഫിനെ ഇകഴ്ത്താൻ വേണ്ടിയല്ല, താഴ്ത്തി പറയാൻ വേണ്ടിയല്ല. ഏതെങ്കിലും കാലത്ത് ആദിമസഭ ചിന്തിക്കുകയാണ്, ഭാവിയിൽ ഏതെങ്കിലും കാലത്ത് കന്യകമറിയാമിനോട് ചേർന്നുള്ള മധ്യസ്ഥത്തിനും യേശുക്രിസ്തുവിൻ്റെ രക്ഷിക വ്യാപാര അനുഭവത്തിനും അദ്ദേഹത്തിൻ്റെ കന്യകാ ജനനത്തിനും സഭയിൽ സംശയം ഉണ്ടാകാതെ വണ്ണം ഉറപ്പിക്കണം. അതുകൊണ്ട് ജോസഫ് പാരമ്പര്യത്തെ അധികം ഉയർത്തി പറഞ്ഞില്ലെന്നേ ഉള്ളൂ, പ്രഖ്യാപിച്ചില്ലെന്നേ ഉള്ളൂ. പക്ഷെ അതിന് പ്രാധാന്യമുണ്ട്, അതിനൊരഴിവുമില്ല എന്ന് അദ്ദേഹം പറഞ്ഞത് ഇപ്പോഴും ഞാൻ ഓർക്കും. അതുതന്നെയാണ് നമ്മുടെ ചിന്താഗതി. അതുകൊണ്ട് നമ്മൾ അക്കാര്യത്തിലേക്ക് വരാം. ജോസഫിനും കന്യകമറിയാമിനും ഒപ്പം യേശുവിങ്കലേക്ക് നോക്കൂ. 2-3 കാര്യങ്ങളെങ്കിലും അവരെ രണ്ടുപേരെയും ഒരുപോലെ ക്രിസ്തുവിങ്കലേക്ക് അടുപ്പിക്കുന്ന ശ്രേഷ്ഠ മാധ്യസ്ഥമായി നമുക്ക് കാണാനാകും. അത് എല്ലാ അർത്ഥത്തിലും അവർ ജീവിതത്തിൽ പ്രഖ്യാപിക്കുന്നു, അവരുടെ ജീവിതം കൊണ്ട് എന്ന് നമുക്ക് കാണാനാകും. വിശുദ്ധ ലൂക്കോസ് എവൻഗേലിസ്റ്റിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 26 മുതലുള്ള ഭാഗം, വിശുദ്ധ മത്തായി ശ്ലീഹായുടെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 18 മുതൽ 25 വരെയുള്ള ഭാഗം, ഈ ഭാഗങ്ങൾ രണ്ടും ഒരുപോലെ പറയുകയാണ്. ജൗസേപ്പും മറിയമും ദൈവശബ്ദത്തിന് മുമ്പിൽ അനുസരണത്തിൻ്റെ മാതൃകയുള്ളവരായിരുന്നു. ദൈവശബ്ദത്തിൻ്റെ മുമ്പിൽ അനുസരണത്തിൻ്റെ മാതൃക അഴിവില്ലാതെ കുറവില്ലാതെ ഇരുവരും ഒരുപോലെ ദൈവശബ്ദത്തിൻ്റെ മുമ്പിൽ അനുസരണത്തിൻ്റെ മാതൃകയുള്ളവരായിരുന്നു എന്ന് നമുക്ക് കാണാനാകും. കന്യകമറിയാമിനെ കുറിച്ച് നമുക്ക് അധികം പറയേണ്ടതില്ല. അത് ഈ ദിവസങ്ങളിൽ തന്നെ നമ്മൾ കേട്ടിരിക്കുന്നു, പ്രത്യേകിച്ച് വായിച്ചിരിക്കുന്നു. വിശുദ്ധ ലൂക്കോസ് 1-ാം അധ്യായം 26 മുതലുള്ള ഭാഗം പറയുന്ന അനുസരിച്ച് വളരെ ചെറുപ്പമുള്ള തൻ്റെ ടീൻസിൽ 13 മുതലുള്ള പ്രായത്തിൽ സഭയുടെ വിശ്വാസം അനുസരിച്ച് 13-14 വയസ്സ് മാത്രം പ്രായമുള്ളപ്പോൾ കന്യകമറിയാം ദൈവദൂതൻ്റെ ശബ്ദം കേട്ടു എന്നാണ്. 6-ാം മാസത്തിൽ ദൈവം ഗാബ്രിയേൽ ദൂതനെ നാസറത്ത് എന്ന ഗാലിലി പട്ടണത്തിൽ യോസഫ് എന്ന പുരുഷൻ വിവാഹം നിശ്ചയിച്ച കന്യകയുടെ അടുക്കലേക്ക് അയച്ചു. ആ കന്യകയുടെ പേർ മറിയമെന്നായിരുന്നു. ദൂതനകത്തിയെന്നും തുറന്നുള്ള ഭാഗം നമുക്കറിയാം. ദൂതനകത്തി ചെല്ല് കന്യകമറിയാമിനോട് സംസാരിക്കുമ്പോൾ, കന്യകമറിയാം ഒരു ജൂയിഷ് ഗേളാണ്, ഒരു യഹൂദ പെൺകുട്ടിയാണ്.
She knows in and out of what she is going to endorse, what she is going to be part of. എന്തിലേക്കാണ് താൻ ക്ഷണിക്കപ്പെടുന്നതെന്ന് ആ കുട്ടിക്ക്, ആ യൗവനക്കാരിക്ക് അറിയാമായിരുന്നു. എന്ത് പരിണത ഫലമാണ് തൻ്റെ ജീവിതത്തിന് അതുകൊണ്ടുണ്ടാകുക എന്ന് പൂർണ്ണമായും അറിയാൻ ഇടയുണ്ട്. കന്യകമറിയാമിനെ സംബന്ധിച്ച് അവൾ ദൈവാലയത്തിൽ വളർത്തപ്പെട്ടു എന്ന് ചിന്തിക്കുന്നു. അങ്ങനെയെങ്കിൽ അക്കാര്യങ്ങൾ കുറച്ചുകൂടെ അറിയാം. അതുപോലെ തന്നെ കന്യകമറിയാമിന് ചാർച്ചക്കാരിയായി ഏലിശുബായും മറ്റുമുണ്ട്. അവിടെയൊക്കെ തനിക്കുള്ള ഈ പ്രത്യേക സന്ദേശം സ്വീകരിച്ച ശേഷം അവിടെ പോയി താമസിച്ചു എന്ന് പറയുന്നു. അവർ ചാർച്ചക്കാരാണ്. അപ്പോൾ കാര്യങ്ങൾ അത്തരത്തിൽ അറിയുവാൻ കന്യകമറിയാമിന് സാധിക്കുന്ന ബന്ധമുണ്ട്. കന്യകമറിയാമിന് അറിയാം താൻ ഏൽക്കുന്നത് നമ്മുടെ സാധാരണ ഭാഷയിൽ പറഞ്ഞ ഒരു കുരിശ് തന്നെയാണ്. ഇത് തൻ്റെ ജീവിതത്തിന് കുഴപ്പമുണ്ടാക്കും ഭൗതികാർത്ഥത്തിൽ എന്ന ബോധ്യമുള്ളവരാണ്. അതുകൊണ്ട് തന്നെ കന്യകമറിയാം ഈ ദൂതൻ്റെ വാക്കിന് പ്രയാസമുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് എത്തി എന്ന് നമുക്ക് ആ വേദഭാഗം വായിക്കുമ്പോൾ മനസ്സിലാകും. ദൂതൻ ആദ്യം പറയുന്നത് ഭയപ്പെടേണ്ട എന്നാണ്. കാരണം അവൾക്ക് ഭയമുണ്ടെന്ന് ദൂതനും കണ്ടാൽ മനസ്സിലാവും. ആ ദൂത അയക്കുന്ന പറഞ്ഞാൽ ഇപ്പോൾ ഒരാളെ അയക്കുമ്പോൾ ഇന്ന കാര്യം ചെന്ന് സാധിച്ചു വരണം എന്ന് പറയുമ്പോൾ അവിടെ ചില പ്രയാസമൊക്കെ ആദ്യമൊക്കെ ഉണ്ടായെന്നിരിക്കും. അത് കേട്ട് നീ പ്രയാസപ്പെടണ്ട, നീ അവിടെ തന്നെ നിൽക്കണം എന്ന് പറഞ്ഞു വിടും. അത് കൃത്യമായിട്ടുള്ളതാണ്. അപ്പം അതുകൊണ്ട് ആ പ്രയാസം ബോധ്യപ്പെട്ടുകൊണ്ടായിരിക്കണം ദൈവദൂതന് അയക്കപ്പെട്ടത് എന്നും കൂടെ നമുക്ക് നമ്മുടെ വ്യാവഹാരിക അർത്ഥത്തിൽ നമുക്കതിനെ എടുക്കാനാവും. അപ്പം ദൂതൻ വന്ന് കന്യകയോട് പിന്നെയും അടുത്ത് എന്ന് സംസാരിക്കുമ്പോൾ നിനക്കൊരു മകനെ ലഭിക്കും എന്നൊക്കെ പറയുമ്പോൾ, ദൈവത്തിൻ്റെ ശക്തി വരുന്നു എന്നൊക്കെ പറയുമ്പോൾ ഈ കന്യകമറിയാം കുറച്ചുകൂടെ സംശയിച്ച് ഞാൻ പുരുഷനെ അറിയാതെ ഇതെങ്ങനെ ഭവിക്കും എന്നൊക്കെ ചോദിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഭയന്നും സംശയിച്ച് നിൽക്കുന്ന കന്യകമറിയാമിനോട് ദൂതൻ ഒന്നുകൂടെ അടുത്തി എന്ന് കാണും. ദൂതൻ അടുത്തി എന്ന് പറയുകയാണ്, നിന്റെ ചാർച്ചക്കാരി എലിസബത്ത് വാർദ്ധക്യത്തിൽ ഒരു മകനെ ഗർഭം ധരിച്ചിരിക്കുന്നു. മച്ചി എന്ന് പറഞ്ഞവളെ ഇതാ അമ്മച്ചി എന്ന് വിളിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നൊക്കെ ദൂതൻ പറയുന്നുണ്ട്. നോക്കൂ, കന്യകമറിയാമിൻ്റെ ആ ഭയവും സംശയവും ഒക്കെ മാറ്റത്തക്ക രീതിയിലുള്ള ഇടപെടൽ ദൂതൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമ്പോഴും കന്യകമറിയാം സംശയിച്ചും ഭയന്നും പിന്നെയും നിൽക്കുമ്പോഴും ദൂതൻ പറയുന്ന കാര്യങ്ങൾ വളരെ പ്രസക്തമാണ്, വളരെ നമ്മുടെ ജീവിതത്തോടടുത്ത് നിൽക്കുന്നതാണ്. അവിടെ പറയുകയാണ്, നീ നോക്ക്, നിന്റെ ചാർച്ചക്കാരിയുടെ കാര്യം നീ അറിഞ്ഞോ? നമ്മുടെ വ്യക്തിജീവിതം നമ്മൾ നോക്കൂ, നമ്മുടെ ജീവിത സാഹചര്യം നമ്മൾ നോക്കൂ. ഇന്നലെ കോട്ടയത്ത് ദേവലോകത്തിനടുത്ത് മാർത്തോമ സഭയിലെ ഒരു യൗവനക്കാരനായ വൈദികൻ മരിച്ചിട്ട് അടക്കമുണ്ടായിരുന്നു. ഇന്നലെ കോട്ടയം സെമിനാറിലെ പലരും, ഞാൻ ഉൾപ്പെടെയുള്ളവർ മാർത്തോമ സെമിനാരിയിലുണ്ടായിരുന്നു. അവിടുത്തെ എല്ലാ വൈദികരും കുറേ ആൾക്കാരും അവിടെ പോയി തിരികെ വന്നു. അവിടെ സംസാരിക്കുമ്പോൾ വളരെ ചെറുപ്പമായ അച്ഛൻ ന്യൂമോണിയ ബാധിച്ചു. പല കാര്യങ്ങളാൽ അത് ശ്രദ്ധിക്കാൻ പറ്റിയില്ല. ചികിത്സയുടെ സാഹചര്യത്തിൽ മുന്നോട്ട് പോകാനായില്ല. 1-2 ആഴ്ചയിൽ വേഗത്തിൽ തന്നെ അദ്ദേഹത്തിന് ഈ ലോകം നഷ്ടമാകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പറക്കമുറ്റാത്ത കുഞ്ഞുങ്ങളുമായി ഇനി ഒറ്റയ്ക്ക് എങ്ങനെ തുഴയണം എന്ന് ആശങ്കപ്പെടുന്ന ഭാര്യയുടെ ചിത്രം മുഖത്ത് തെളിയുകയാണ്. ജീവിത സാഹചര്യത്തിൽ ഇതുപോലെയുള്ള സാഹചര്യം നേരിട്ട ഒരു 10 പേരെങ്കിലും എന്നെ ശ്രവിക്കുന്നുണ്ടാകും ഇപ്പം എന്നെനിക്ക് തോന്നുകയാണ്. ഞാൻ കഴിഞ്ഞ ചൊവ്വാഴ്ചയിൽ ഇവിടുത്തെ സൈഡ് മുറിയിൽ ഇരിക്കാനായിട്ട് എനിക്ക് അവിടെ കുറച്ച് നേരം ഇരിക്കാൻ അവസരം തന്നു അവർ. ഞാനവിടെ ഇരിക്കുമ്പോൾ ഇവരെ ആരും കാണാഞ്ഞിട്ടാണോ എന്ന് എനിക്കറിയത്തില്ല, അതോ ആ മുറി ശകലം തുറന്നു കിടന്നു ഈ
ക്ലിമീസ് തിരുമേനി അങ്ങോട്ട് ഇറങ്ങിപ്പോയേ ഉള്ളായിരുന്നു. അപ്പം മുറി തുറന്ന് തന്നെ കിടക്കുകയായിരുന്നു. അതുകൊണ്ടാകണം ഒരു പെൺകുട്ടി 10-30 വയസ്സ് കാണത്തുള്ളായിരിക്കും. അവൾ കോട്ടയത്തൊരു ബാങ്കിൽ ജോലി ചെയ്യുന്ന കുട്ടിയാണെന്ന് പറഞ്ഞു. ഈ സാധനങ്ങളൊന്ന് പ്രാർത്ഥിച്ചു തരുമോ എന്ന് പറഞ്ഞ് അടുത്ത് വന്നു. അവളുടെ മുഖവും ആ ഭാവവും അത് എൻ്റെ കയ്യിലേക്ക് അവൾ നീട്ടി തരുന്നതും ഒക്കെ അവളെ ഞാൻ നന്നായി ഓർക്കുന്നു. ആ കൊച്ചു പെങ്കച്ചിനെ ജീവിതത്തിൻ്റെ ക്ലേശങ്ങളുടെ, സാഹചര്യങ്ങളുടെ, സമ്മർദ്ദങ്ങളുടെ ഒക്കെ മധ്യത്തിൽ നമുക്ക് കുറച്ച് നേരമൊക്കെ ഒന്ന് പ്രാർത്ഥിച്ചിരിക്കാനും കുറച്ച് നേരം ഒന്ന് ചെലവഴിക്കാനും ഈ പരിസരം ഇങ്ങനെ ഒരുങ്ങി ഇങ്ങനെ ഒരു പ്രാർത്ഥനാന്തരീക്ഷമായി മലങ്കര സഭയ്ക്ക് ഒരു വരദാനമായി നിലനിൽക്കുകയാണ്. നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ ഇങ്ങനെ പ്രയാസങ്ങൾ കടന്നു പോകുമ്പോൾ ഞാൻ മുന്നേ പറഞ്ഞ വേർപാടിൻ്റെ നടിച്ചുവരിൽ തട്ടി വലിയ പ്രയാസം നേരിടുന്ന ചില ദുഃഖങ്ങളിൽ പെട്ടുഴലുന്ന മനുഷ്യരുടെ സാഹചര്യം വരുമ്പോൾ, എടുത്തെറിയപ്പെടുന്ന വിധവമാരുടെ സാഹചര്യം വരുമ്പോൾ, ഇന്ന് കേരളത്തിലെ ഹൈക്കോടതി ആത്മഹത്യ ചെയ്തു എന്ന് പറയപ്പെടുന്ന ADMൻ്റെ ഭാര്യയുടെ അപേക്ഷ പരിഗണിക്കുന്ന ദിവസമാണിന്ന്. ഇന്ന് ഉച്ചയ്ക്ക് മുമ്പ് അത് പരിഗണിക്കപ്പെടും. നല്ലതുണ്ടാകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുകയാണ്. ആ വിധവയുടെ നൊമ്പരം ഈ ജുഡീഷ്യറി കാണുന്ന ഒരു സാഹചര്യം, അധികാരികളുടെ കെടുകാര്യസ്ഥതയുടെ മുമ്പിൽ അധികാരമുള്ള ഈ നാവ് ഉയർത്തപ്പെടേണ്ടതിൻ്റെ ആവശ്യമുള്ള സാഹചര്യത്തിൽ അതുണ്ടാകും എന്ന് വിചാരിച്ചാണ് ഞാനും ഇവിടെ നിൽക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത്. ഞാൻ പറഞ്ഞത്, ജീവിതത്തിൻ്റെ പ്രയാസഘട്ടത്തിൽ, ജീവിതത്തിൻ്റെ പാതി വഴിയിൽ പെൺകുട്ടികളുമായി, തൻ്റെ മക്കളുമായി മുന്നോട്ട് പോകാൻ ആൺതുണയില്ലാതെ അകപ്പെട്ടു പോകുന്ന ഒരു വിധവയുടെ ദുഃഖം പോലെ, വലിയ നെടുവീർപ്പിൻ്റെ മധ്യത്തിൽ ജോലി നഷ്ടപ്പെടുന്ന സാഹചര്യം, പ്രയാസങ്ങൾ അനുഭവിക്കുന്ന സാഹചര്യം, അങ്ങനെയുള്ളപ്പോൾ ഈ നമ്മളോട് ഈ കന്യകമറിയാമിനോട് പറഞ്ഞ ദൂതൻ പറഞ്ഞതുപോലെ, നീ നോക്ക്, നിന്റെ ചാർച്ചക്കാരി എലിശബായിൽ അത്ഭുതം ദൈവം പ്രവർത്തിച്ചിരിക്കുന്നു എന്നാണ്. വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഞാൻ കുറച്ച് നാൾ മുമ്പ് ഒരു മനുഷ്യനെ കണ്ടു. അദ്ദേഹം കേരളത്തിൽ നിന്ന് വിദേശത്ത് ജോലിയൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞ് നാട്ടിലായിരുന്നു ഭാര്യ. ഇനി ഒരു 2-3 വർഷം കൂടെ ജോലിയുണ്ട്. എന്നാൽ ഭാര്യയും ഇളയ മോളെയും കൂടെ, മൂത്ത മകന് ഒരു സഭാസ്ഥാനിയാണ്, ജോലി ഉണ്ട്. അന്ന് ഇളയ മകളെയും കൂടെ അവിടെ കൊണ്ടുപോയി, അവളുടെ പഠിപ്പൊക്കെ തീരാറായി. എന്നാൽ അവളെയും അവളുടെ അമ്മയും തൻ്റെ ഭാര്യയും കൂടെ വിദേശത്ത് കൊണ്ടുപോയി അവിടെ താമസിക്കാമെന്ന് വിചാരിച്ച് അദ്ദേഹം വീട്ടിലെ സാഹചര്യമൊക്കെ ഒന്ന് ഒരുക്കി ഇവരെയുമായി അവിടെ ചെന്നു. അതിനുവേണ്ടി ഒരു വീടെടുക്കണം. വീടെടുത്താൽ 12 മാസത്തെ വാടക, അതിനുള്ള ചെക്ക് അങ്ങോട്ട് കൊടുക്കണം. ഡ്രോ ചെയ്യുന്നത് പിന്നെ ഉള്ളെങ്കിലും ചെക്ക് അവിടെ കൊടുക്കണം. ചെക്ക് ഡിസോണർ ആയാൽ കുഴപ്പമാണ് എന്നുള്ള അറിയാം. നമ്മുടെ നാട്ടിൽ പണം വെട്ടിച്ചുകൊണ്ട് പോകുന്ന മിടുക്കന്മാരുടെ കാര്യവും അവർ ഊരിപ്പോകുന്നതും പോലെയല്ല. വിദേശത്ത് മര്യാദയ്ക്ക് അവർ നിർത്തും. അതിനുള്ള നിയമം ഉണ്ട്. നിയമം പാലിക്കാൻ അവർ നിർബന്ധിക്കുകയും ചെയ്യും. അതുകൊണ്ട് പണം കൊടുക്കേണ്ടവൻ അവിടെ കൊടുത്തിട്ട് പോരും. അപ്പോൾ ഈ ചെക്ക് അവിടെ കൊടുത്താൽ അത് ഡിസോണർ ആയാൽ കുഴപ്പമാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള ചെക്കും കൊടുത്ത് 12 മാസം കൊടുത്ത് 2-3-4 മാസത്തെ അഡ്വാൻസും കൊടുത്ത്, വലിയ എമൗണ്ടാണത്, വലിയ എമൗണ്ടാണ്. മാസം 1.25 ലക്ഷത്തോളം രൂപ വരുന്ന വലിയ തുകയാണ്. അതൊക്കെ കൊടുത്ത് അവിടെ കൊണ്ടുപോയി ഇവർ വരുന്നത് പ്രമാണിച്ച് താൻ 20 വർഷക്കാലം അവിടെ ജോലി ചെയ്തെങ്കിലും കാറ് വാങ്ങിയിട്ടില്ലായിരുന്നു. ഭാര്യയും മോളും വരുമല്ലേ, അന്ന് ഇനി പള്ളിയിലൊക്കെ കൊണ്ടുപോകണം, വല്ലപ്പോഴൊക്കെ ഒന്ന് പോകണമെങ്കിൽ കാറും വാങ്ങി, പുതിയ കാറ് തന്നെ വാങ്ങി. അതുമൊക്കെ ആയിട്ട് അവിടെ എന്തോ ഇവരവിടെ ചെന്നു. 1 മാസമായി, 1.25 മാസം തികഞ്ഞില്ല. അതിനു മുമ്പ് എൻ്റെ ജോലി പോയി. കമ്പനി തന്നെ നഷ്ടത്തിലാണ് എന്നുള്ളത് കൊണ്ട് കമ്പനി പൂട്ടുകയാണ്. അയാളുടെ ജോലി പോയി. ടോപ്പ് ലെവലിലുള്ളവരെ ആദ്യം പറഞ്ഞു വിടും. ജോലി പോയി. നാട്ടിലെ കാര്യങ്ങൾ ഒതുക്കി വലിയ ചെലവ് വരുത്തി ഇങ്ങനെ ഒരു സാഹചര്യം വന്ന മനുഷ്യൻ പ്രയാസപ്പെട്ട് നിൽക്കുമ്പോൾ അയാളോട് ദൂതൻ്റെ ശബ്ദം നമുക്ക് കേൾപ്പിക്കാനാകുമോ? അങ്ങനെയുള്ള ഒരു മനുഷ്യൻ, ഒരു പുരുഷൻ, സ്ത്രീ, മക്കൾ അവർ കേൾക്കട്ടെ.
നിന്റെ ചാർച്ചക്കാരി എലിശബ വാർദ്ധക്യത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിച്ചിരിക്കുന്നു, ദൈവത്തിൻ്റെ കരുതൽ അനുഭവിച്ചിരിക്കുന്നു. Let all those such people listen to the caring word of God through this angel. ഈ മാലാഖ വഴി അങ്ങനെയുള്ളവർ കേൾക്കട്ടെ ദൈവശബ്ദം എന്ന് ഞാൻ വിചാരിക്കുകയാണ്. പിന്നെയും പറഞ്ഞു ദൂതൻ കന്യക മറിയാമിനോട്, നീ നോക്ക്, നിന്റെ ചാർച്ചക്കാരിയിൽ അത്ഭുതം പ്രവർത്തിച്ചെന്നും മാത്രമല്ല, ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ. ഇവിടെ ഇരിക്കുന്ന സ്ത്രീകളൊന്ന് ഒരുമിച്ച് പറഞ്ഞേ, ദൈവത്തിന്, എന്നോടൊപ്പം പറയൂ. പണ്ട് നമ്മൾ ക്ലാസ്സിലിരുന്നപ്പോൾ തറ പറ എന്നൊക്കെ അധ്യാപിക പറഞ്ഞപ്പോൾ നമ്മൾ ആവർത്തിച്ച് പറഞ്ഞ പോലെ ഞാൻ പറയുമ്പോൾ തുടർന്ന് നിന്ന് പറഞ്ഞേ, ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ. ഇനി നിങ്ങൾ മിണ്ടണ്ട, ഞങ്ങൾ പറയാം. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ. My dear brothers and sisters, do we believe in this? നമ്മൾ ഈ മാധ്യസ്ഥവും പിന്നെ നോമ്പും പരിപാടിയൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട് കുറേ നാളായല്ലോ. Do we believe in God that He is able to perform any miracle in any casualty? നമുക്ക് യഥാർത്ഥത്തിൽ വിശ്വാസമുണ്ടോ? നമ്മൾ പറയും പിന്നെ ഇവിടെ പിന്നെ പരിശുദ്ധനായ പരിമളമാ ഗ്രിഗോറിയോസ് അദ്ദേഹം ഇവിടെ താമസിക്കുമ്പോൾ പിറ്റേന്ന് രാവിലത്തേക്ക് ഭക്ഷണമില്ലാതിരുന്നിട്ട് ആശങ്കപ്പെടാതെ അദ്ദേഹം പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. രാവിലത്തേക്കുള്ളത് വള്ളം വന്ന് അരിയും മറ്റ് തേങ്ങയും സാധനങ്ങളും എടുത്തിച്ചു വന്നു. നമ്മളിത് വായിച്ചു പോകും, നമ്മളിത് കേട്ടുപോകും. എനിക്ക് വിശ്വാസമുണ്ടോ എന്ന് നിങ്ങളൊന്ന് ചോദിച്ചേ. ഇപ്പം do we believe in the caring concerning God, the Almighty God എന്ന് പറയണം. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ എന്ന ബോധ്യം നമുക്കുണ്ടോ? ആ ബോധ്യം ഉണ്ടെങ്കിൽ നമ്മൾ വല്ലോൻ്റെ അപഹരിക്കാൻ പോവുമോ? അനർഹമായത് വാങ്ങാൻ പോവുമോ? അനർഹമായത് പിടിച്ചെടുക്കാൻ പോവുമോ? ആ അച്ഛന് കിട്ടേണ്ട സാധനം പിടിച്ചെടുക്കാൻ ഞാൻ നോക്കുവോ? ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലെന്നുള്ള വിശ്വാസം നമുക്ക് പലർക്കും ഇല്ല. നമുക്കില്ലാത്തത് കൊണ്ട് പിള്ളേർക്കും ഇല്ല. അത് വളരെ വളരെ കൃത്യമായ ഒരു കാര്യമാണ്. നമുക്കില്ലാത്തത് കൊണ്ട് നമ്മുടെ കുട്ടികൾക്ക് ഇല്ല. നമുക്ക് ഈ ബോധ്യം ഉണ്ടാകട്ടെ, ദൈവത്തിൻ്റെ കരുതലും ദൈവത്തിൻ്റെ ശക്തിയും നമ്മുടെ അയലത്തെ ഈ വാർദ്ധക്യത്തിലുള്ള എലിശബായ്ക്ക് ഉണ്ടായതുപോലെ ഉണ്ടാകും എന്ന ബോധ്യം നമുക്കുണ്ടാകട്ടെ. അവിടത്തേക്ക് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ എന്ന ബോധ്യം നമുക്കുണ്ടാകട്ടെ. പിന്നെ നമുക്ക് ഈ തത്രപ്പെടലൊന്നും ഉണ്ടാകില്ല. പിന്നെ നമുക്ക് ഈ വലിയ പ്രയാസങ്ങൾ ഓട്ടമൊന്നും ഉണ്ടാകില്ല. നമ്മൾ ചിന്തിക്കേണ്ട ഒരു ബോധ്യമാണ്. നോക്കൂ, ഈ അടുത്ത കാലഘട്ടത്തിൽ ഇവിടെ നിന്ന് വിദേശത്തേക്കൊരു ഒരു പലായനം തന്നെ നമ്മുടെ കുട്ടികളുടെ ഉണ്ടായി. സൂക്ഷിച്ചു വേണം ഈ പലായനം, സൂക്ഷിച്ചു വേണം. കാരണം പലയിടവും അടഞ്ഞു വരികയാണ്. ചെല്ലുന്നിടത്ത് പിള്ളേർ ആദ്യത്തെ ഒരു വർഷക്കാലം അമേരിക്ക പോകുന്ന പിള്ളേരായാലും കൊള്ളാം, യൂറോപ്പിൽ പോകുന്ന പിള്ളേരായാലും കൊള്ളാം, പ്രത്യേകിച്ച് ഇംഗ്ലണ്ടിൽ പോകുന്നവരെല്ലാം ആദ്യ വർഷവരുടെ എല്ലാ റെസ്റ്റോറൻറ്റിലെയും പാത്രം കഴുകും. എന്നോട് പ്രശസ്തമായൊരു വീട്ടിലെ ഒരു മോള് പറഞ്ഞു, മോളെ നീ എങ്ങനെ ഇത്ര പെട്ടെന്ന് ഒരു വർഷം എടുത്തപ്പോൾ തന്നെ ഇത്രയും വലിയ വില കൊടുത്ത് ടിക്കറ്റ് വാങ്ങി എങ്ങനെ വരാൻ പറ്റി? എൻ്റെ അച്ഛാ, എന്നെക്കാളും നീളമുള്ള പാത്രമാണ് വ്യാസമുള്ള പാത്രമാണ് ഞാൻ കഴുകുന്നത്. ഇവിടെ നല്ല വിദ്യാഭ്യാസം, നല്ല സ്ഥിതിയുള്ള ഒരു ഭവനത്തിലെ മകളാണ്. ഏകദേശം എൻ്റെ ഇവിടം വരെ പൊക്കവുമുണ്ട്. ഒരു 5 അടി 9.5 ഇഞ്ച് പൊക്കമുള്ള പെൺകുട്ടിയാണ്. നല്ല പഠിപ്പ് കഴിഞ്ഞിട്ട് പോയതാണ് അവളുടെ പേരൻസ് നല്ല വിദ്യാഭ്യാസമുള്ള അറിയപ്പെടുന്ന കുടുംബത്തിലെയാണ്. ഞാൻ ആ കുടുംബത്തിൻ്റെ പേരിൻ്റെ കാൽഭാഗം പറഞ്ഞാൽ മതി, നിങ്ങൾക്ക് മനസ്സിലാവും. കയറിയിരുന്ന് കഴുകുകയാണത്രേ. അവൾ പറഞ്ഞാണ്, അവൾ നാട്ടിലേക്ക് വന്ന ടിക്കറ്റിൻ്റെ കാശ് അവൾ ഉണ്ടാക്കിയ ഈ റെസ്റ്റോറൻറ്റിൽ പാത്രം കഴുകിയ കാശാണെന്ന് പറയുകയാണ്. നോക്കൂ,
നമ്മുടെ നാട്ടിൽ നിന്ന് വിദേശത്തേക്ക് പോകുന്ന ഒരു കാര്യം ഏകദേശം 1930 മുതലെങ്കിലും ആരംഭിച്ചിട്ടുണ്ട്. നമ്മുടെ മദിരാശിയും കൽക്കട്ടയും ബോംബെയും പൂനെയും പിന്നെ ബിലായും റൂർക്കലയും ഒക്കെ ഉണ്ടായതാണ്. അങ്ങനെ നമ്മുടെ നാട്ടിൽ നിന്ന് മലേഷ്യയിലും ബർമയിലും മറ്റുമൊക്കെ ആളുകൾ പോയിട്ടുണ്ട്. സിംഗപ്പൂരിലും മറ്റും ആളുകൾ പോയിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ വിദേശ നമ്മുടെ പേർഷ്യ എന്ന് പറയുന്ന സ്ഥലങ്ങളിലേക്ക്, UAE പ്രദേശം, സൗദി അറേബ്യ, മറ്റു പ്രദേശങ്ങളിൽ പോയി, മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലേക്കൊക്കെ പോയി. ആ നാട്ടിലൊക്കെ പോയതിൻ്റെ ഫലമാണ് നമ്മുടെ നാട്ടിലെ ഉയർച്ചയുടെ ഒരു പ്രധാന ഘടകമെന്നുള്ളത് ഞാൻ മറക്കുന്നില്ല. നമ്മുടെ ഞാൻ മലങ്കര ഓർത്തഡോക്സ് സഭയിലെ ഒരു വൈദികനാണല്ലോ, അതുകൊണ്ട് ഓർക്കുക. നമ്മുടെ ഈ ദേറാകൾ, അരമന എന്നുള്ള പദം ഞാൻ അത്രയും സ്വീകരിക്കുന്നില്ല. നമ്മുടെ മെത്രാപ്പൊലിത്തന്മാർ താമസിക്കുന്ന ദേറ ആസ്ഥാനങ്ങൾ അതൊക്കെ പണിഞ്ഞതും ഈ പല പള്ളികളും ദൂർത്തടിക്കുന്നതും പല വീട്ടുകാരും ദൂർത്തടിക്കുന്നതും ഈ പാവങ്ങൾ അവിടെ പോയി അധ്വാനിച്ച പണം കൊണ്ടാണെന്നുള്ള ബോധ്യം വിനയപൂർവ്വം ബോധ്യപ്പെട്ടുകൊണ്ടാണ്. എന്നാൽ ജോലി തേടിയ ആളുകൾ പോകട്ടെ, ഇവിടം വിട്ടോടിപ്പോകണം എങ്ങനെയെങ്കിലും എന്ന് വിചാരിച്ചുള്ള ഈ തള്ളൽ അമ്മയപ്പന്മാരുടെ ദൈവവിശ്വാസത്തിൻ്റെ കുറവ് കൊണ്ടാണ് എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല. കർത്താവ് കരുതുന്നിടത്ത് നമ്മൾ ജീവിക്കും എന്നുള്ള ബോധ്യം എവിടെ പോയാലും, അത് മറ്റു സ്ഥലങ്ങളിലാകട്ടെ എവിടെയാകട്ടെ നമുക്കുണ്ടാകണം എന്നുള്ള ഒറ്റ ബോധ്യമേ എനിക്കുള്ളൂ. മനുഷ്യർ അവർക്ക് ജോലി കിട്ടുന്നിടത്തൊക്കെ പോട്ടെ, അത് നമ്മുടെ വിഷയമല്ല. അത് അവർക്ക് ജോലി കിട്ടുന്നിടത്ത് പോകട്ടെ, അവർ നല്ലതായിട്ടും ജീവിക്കട്ടെ. അപ്പോൾ ഈ ബോധ്യം, തമ്പുരാന് നമ്മെക്കുറിച്ചുള്ള കരുതലിന് ശക്തിയുണ്ടെന്നും അവിടുന്ന് നമ്മെ കരുതുന്നു എന്നുള്ള ബോധ്യം ഉണ്ടെങ്കിൽ ദൈവശബ്ദത്തിന് മുമ്പിൽ കന്യകമറിയാം ആ അനുസരണത്തിൻ്റെ മാതൃകയായിരുന്നു. അവിടെയാണ് ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, അവിടുത്തെ വാക്കുപോലെ എന്ന പ്രതികരണം ഉണ്ടാകുന്നത്. ജോസഫ് ഇതിന് ഒട്ടും കുറവുള്ള ഒരാളായിരുന്നില്ല. അത് നാം ബോധ്യപ്പെടേണ്ടതാണ്. ജോസഫ് ഇക്കാര്യത്തിൽ ഒരു കുറവുമില്ലാത്ത ആളായിരുന്നു. ദൈവശബ്ദത്തിൻ്റെ മുമ്പിൽ ജോസഫ് മറിയമിനൊപ്പം തന്നെ അനുസരണത്തിൻ്റെ മാതൃകയാകുന്നുവെന്ന് വിശുദ്ധ മത്തായി ശ്ലീഹായുടെ സുവിശേഷം 1-ാം അധ്യായം 18 മുതൽ 25 വരെയുള്ള വേദഭാഗം നേർസാക്ഷ്യം നൽകുകയാണ്. കർത്താവിൻ്റെ ജനനം ഇങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞു തുടങ്ങുന്ന ആ വേദഭാഗം പറയുമ്പോൾ അവിടെ കാണുന്നു, ജോസഫ് മറിയമിനെ കുറിച്ച് കേട്ടു. അവർ കൂടി വന്നിട്ടില്ല, എന്നാൽ അവർ എൻഗേജ്ഡാണ്. അവർ കല്യാണം ഉറപ്പിച്ച ചെറുക്കനും പെണ്ണുമാണ്. അവർ പിന്നെ ദമ്പതികൾ എന്നുള്ള മട്ടിലാണ് ആ സമൂഹം കാണുക. അവർ ഭാര്യയും ഭർത്താവുമാണ്, പക്ഷെ കൂടി വന്നിട്ടില്ല. ഭാര്യയെക്കുറിച്ച് ചിലത് കേട്ടു. അത് അദ്ദേഹത്തിന് വലിയ വിഷമമായി. എന്ന് മാത്രമല്ല, ചിലരൊക്കെ ചെന്നൊക്കെ പറഞ്ഞാ നീ കേട്ടോ എന്നൊക്കെ സ്ക്രൂ വെച്ച് കാണും. നമ്മളതിന് പുറമേ അല്ലല്ലോ, സ്ക്രൂ വെച്ചും കാണും. അതുകൊണ്ട് മറിയമിൽ നിന്ന് അറിഞ്ഞത് ജോസഫ് ഒരു വേള വിശ്വസിക്കാൻ പാടുപെട്ട് കാണും. മറിയമിനെ അദ്ദേഹം കേട്ട് കാണും. കാരണം അദ്ദേഹത്തിൻ്റെ രീതിയൊക്കെ കണ്ടിട്ട് അദ്ദേഹം മറിയമിനെ കേട്ട് കാണും. പക്ഷേ മറിയമിനെ കേട്ടത് വിശ്വസിച്ച് ബോധ്യപ്പെടുന്നതിൽ നിന്ന് ഒരു വേള അദ്ദേഹത്തിനൊരു പിന്നോക്കം ഉണ്ടായി. ഇത് ബാക്കി ഞാൻ ഭാവനയിൽ നിന്ന് പറയുകയാണ്. ജോസഫ് ഒരു ദിവസം വൈകിട്ട് നിശ്ചയിച്ചു, നാളെ നേരം വെളുത്താൽ ഉടനെ സന്യദ്രി സന്നകത്തിൻ്റെ ചുമതലയുള്ള ആ ആളിനെ റാബിയെ പോയി കാണണം. എന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു വച്ചിരിക്കുന്ന ഈ ഉപേക്ഷണ ചീട്ട് ഒപ്പിട്ട് കൊടുക്കണം. അത് പൂർത്തിയാക്കി അവളെ ഒഴിപ്പിക്കണം, ഡിവോഴ്സ് ചെയ്യണം തീരുമാനിച്ചുറച്ചു. അദ്ദേഹം കിടന്നുറങ്ങി. പിറ്റേ ദിവസം വെളുപ്പിനെ തന്നെ ഉറന്നു കാണും. കാരണം അദ്ദേഹം ഉറങ്ങി പോകുന്നതിന് സംശയമാണ്. ഇങ്ങനൊരു സാഹചര്യത്തിലുള്ള മനുഷ്യൻ ഉറങ്ങി കാണുമോ? ഉറങ്ങി കാണാൻ സാധ്യതയില്ല. എനിക്കാണെങ്കിൽ
ഇവിടെ ഒരു ദിവസം പ്രസംഗിക്കണമെന്ന് പറഞ്ഞാൽ എനിക്ക് കുറേ നാളായി പ്രസംഗമൊക്കെ നടത്തുന്നെങ്കിലും എനിക്ക് ഇടയ്ക്ക് ഉണരേണ്ടി വരും. അത് പ്രകൃതിയുടെ വിളിയുണ്ടല്ല, മനസ്സിൻ്റെ ഒരു തികക്കലും കൊണ്ടാണ്. ഇത് ജോസഫിൻ്റെ കാര്യം പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ ഈ സാഹചര്യത്തിൽ? അദ്ദേഹം ഉറങ്ങിയാലും അദ്ദേഹം വെളുപ്പിനെ തന്നെ എഴുന്നേറ്റ് കാണും. ഞാനിത് അങ്ങ് ഭാവനയിൽ ചേർക്കുകയാണ്. വെളുപ്പിനെ അദ്ദേഹം എഴുന്നേറ്റ് സന്നിധി സന്നഹത്തിൻ്റെ ചുമതലയുള്ള അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്ന് അദ്ദേഹം കൊട്ടിക്കാണും. ജോസഫ് എന്താ രാവിലെ ഇങ്ങ് വന്നേ? എല്ലാവരും വരട്ടെ, 9 മണിയാകട്ടെ, അല്ലെങ്കിൽ 6 മണിയാകട്ടെ എന്നൊക്കെ പറഞ്ഞാണ്. 6 മണി എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഉച്ചയാകട്ടെ. അല്ലല്ല, ഉടനെ തന്നെ ഉൾപ്പെടണം, എനിക്കിപ്പോൾ ഉപേക്ഷിക്കണം എന്നും പറഞ്ഞ് ഒരു സാഹചര്യം ഉണ്ടാക്കിക്കാണും. എന്നിട്ട് അദ്ദേഹം ഒപ്പിടാനായിട്ട് നിശ്ചയിച്ച് തലേന്ന് രാത്രി കിടന്നുറങ്ങിയ ആൾ പിറ്റേന്ന് ചെന്നിട്ട് എന്താണ് ചെയ്തത് എന്ന് നമ്മൾ ആ ഭാഗത്ത് പറയുകയാണ്. അദ്ദേഹം ഉപേക്ഷണ ചീട്ട് വലിച്ചു കീറി ചവിട്ടുകൊറ്റയിൽ എറിഞ്ഞു കാണും. എന്നിട്ട് പറഞ്ഞു, ഞാൻ അവളെ ഉപേക്ഷിക്കുന്നില്ല. നീ വലിയ ഉപേക്ഷിക്കണമെന്ന് ഇന്നലെ രാത്രി പറഞ്ഞത്? എന്നെ ഇന്ന ആളെ വിട്ട് പറയിച്ച് തയ്യാറാക്കി വെച്ച് ഈ പത്രം തയ്യാറാക്കി വെച്ചത് നീ ഇന്നലെ പറഞ്ഞിട്ടില്ലയോ? അത് പറഞ്ഞിട്ടില്ലയോ നീ ഇന്നലെ കിടന്നുറങ്ങിയത്? ഇപ്പൊ രാവിലെ എന്താ നിനക്ക് ഈ വലിയ മനമാറ്റം ഉണ്ടായത് എന്നൊക്കെ സന്നിധി സംഘക്കാരൻ ചോദിച്ചു കാണും. അദ്ദേഹം പറഞ്ഞു, നോ 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 ഐ ഹാവ് ചേഞ്ച് ഡ്രമാറ്റിക്കലി ബിക്കോസ് ഓഫ് എ ഡ്രീം ഇൻ ദ ലാസ്റ്റ് നൈറ്റ്. രാത്രിയിലുണ്ടായ ഒരു സ്വപ്നത്തിൽ ഞാൻ മാറിയിരിക്കുന്നു. നമ്മൾ പാടും, മറിയാമിനെ ഞാൻ വേശ്യസമം വേടിയുമോഷസിൽ ഏവം യൗസേപ്പൊരു സന്ധ്യ നേരം ചിന്തിച്ചു നിദ്രയിലന്നാൾ. അന്നാണ്, ആ രാത്രിയിലാണ് നിദ്രയിൽ ഈ പറഞ്ഞ സ്വപ്നമുണ്ടായതും അദ്ദേഹം രാവിലെ ചെന്ന് ഈ ഉപേക്ഷണച്ചിട്ട് വലിച്ചു കീറിയതും മറിയമിനെ സ്വീകരിച്ചതും. ദൈവശബ്ദത്തിൻ്റെ മുമ്പിൽ അനുസരണത്തിൻ്റെ മാതൃക ജോസഫ് സ്വീകരിച്ചിരിക്കുകയാണ്. നോക്കൂ, ഇവിടെ നിൽക്കുന്ന ഈ പുരുഷന്മാരിൽ ഒരുവനും അത് ചെയ്യൂല. മറിയമിന് ആ തുണ കൊടുക്കാൻ, അവശ്യഘട്ടത്തിൽ തുണ കൊടുക്കുവാൻ ജോസഫ് ഒരുങ്ങി എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പരസ്പരം ജീവിത ക്ലേശം ലഘൂകരിക്കാനല്ലെങ്കിൽ നാം എന്തിന് ഒരുമിച്ച് ജീവിക്കണം? എന്തിനൊരുമിച്ച് ഭാര്യയും ഭർത്താവുമായിട്ട് ജീവിക്കണം? എന്തിനൊരുമിച്ച് മക്കളും അമ്മയപ്പനുമായിട്ട് ജീവിക്കണം? ജീവിത ക്ലേശങ്ങൾ ലഘൂകരിക്കാനല്ലെങ്കിൽ അതിനുവേണ്ടി തന്നെയാണ്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ജീവിതത്തിൽ ക്ലേശങ്ങൾ ഉണ്ടാകുമ്പോൾ ഇട്ടുപോകാതെ ഒരുമിച്ച് നിൽക്കാൻ നല്ല മാതൃകയും കാണിച്ചവരായിരുന്നു ഈ ജോസഫും മറിയമെന്നും കൂടി നമുക്ക് ഈ സമയത്ത് ഓർക്കാം. അവർ ദൈവശബ്ദത്തിൻ്റെ മുമ്പിൽ അനുസരണത്തിൻ്റെ മാതൃക, വിളിബോധ്യത്തിന് വേണ്ടി അനുസരണത്തിൻ്റെ മാതൃകയുള്ളവരാണ് എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ ഇന്ന് എങ്ങനെ ദൈവശബ്ദം കേൾക്കുന്നു എന്നും കൂടെ നമ്മൾ ആ കൂട്ടത്തിൽ ചിന്തിക്കണം. നമുക്കിന്ന് എങ്ങനെയാണ് ദൈവശബ്ദം കേൾക്കാനാകുന്നത്? ദൈവദൂതൻ്റെ ശബ്ദം മറിയമിന് ലഭിച്ചതുപോലെ ദൂതൻ പ്രത്യക്ഷപ്പെട്ടാലേ നമ്മൾ അനുസരിക്കത്തുള്ളൂ. ജോസഫിന് ലഭിച്ചതുപോലെ ഒരു സ്വപ്ന അനുഭവം ഉണ്ടായെങ്കിലേ നമ്മൾ വിശ്വസിക്കത്തുള്ളൂ. നമുക്ക് ദൈവശബ്ദം കൈമാറി കിട്ടുന്ന മാർഗങ്ങൾ, what are the channels through which we get the message and the direction from the living God? ജീവിക്കുന്ന ദൈവത്തിൽ നിന്ന് നമുക്ക്, for you and me, നമുക്ക് ഇന്ന് എങ്ങനെ ദൈവശബ്ദം നമ്മിലെത്തിക്കുന്നു എന്ന് നമ്മൾ നോക്കണ്ടേ? അതിനനേക മാർഗങ്ങളുണ്ട്. നിങ്ങളുടെ മുഖം എനിക്ക് വായിക്കാം, കുറച്ച് മാർഗം നിങ്ങളുടെ മുഖത്ത് കാണുന്നുണ്ട്. ദൈവശബ്ദം തിരുവചനത്തിലൂടെ നമ്മൾക്ക് കിട്ടുന്നുണ്ട്. അത് നമ്മൾക്ക് ശ്രവിക്കേണ്ടതാണ്, കേൾക്കേണ്ടതാണ്, വായിക്കേണ്ടതാണ്. ദൈവശബ്ദം തിരുവചനത്തിലൂടെ
നമ്മൾ സ്വീകരിക്കണം. അതെവിടെയെങ്കിലും പോകാൻ നേരം ഇന്ന് പോകുന്ന കാര്യം നടക്കുമോയെന്ന് അറിയാൻ ഒന്ന് വായിച്ചു നോക്കുന്ന അതല്ല. ദൈവശബ്ദം നമ്മിലെത്തിക്കുന്നതിന് വേണ്ടി ഒരു സ്ഥിരമായ മാർഗമായി നാം തിരുവചനത്തെ കാണുകയാണ്. തിരുവചനം മാത്രമേ ഉള്ളൂ ദൈവശബ്ദം കേൾപ്പിക്കുവാൻ. നമ്മൾ ഒരു പ്രാർത്ഥനാ സ്ഥാനത്ത് വന്നിരിക്കുന്ന ആളുകളല്ലേ. ഇവിടെ ഇരിക്കുന്നവർ സ്വയമായി ചിലപ്പോൾ ചില പ്രാർത്ഥനകൾ ചൊല്ലാം. ഇക്കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ തിരുവനന്തപുരത്ത് കണ്ണമൂല CSI സെമിനാരിയിൽ ഒരു ദിവസം താമസിച്ചു. ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ മീറ്റിങ്ങിൽ താമസിച്ചിട്ട് രാവിലെ നടക്കാൻ പോയി. രാവിലെ നടക്കാൻ പോയപ്പോൾ അവിടെ കണ്ണമൂലയാണത്. അവിടെ അടുത്താണ് ചട്ടമ്പി സ്വാമികളുടെ സ്ഥലവും ജന്മസ്ഥലവും ഒക്കെ. അതിനടുത്ത് ചില അമ്പലങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ അവിടെ കൂടെ നടന്നു. അപ്പം ഒരു അമ്പലത്തിലെ പാട്ട് കേൾക്കാം. ഞാനതിൻ്റെ അടുക്കൽ ചെന്നു. അവിടെ ചെന്ന് നിന്നു. സാറേ ചെരുപ്പൂരി ഇട്ടിട്ട് അകത്തോട്ട് കയറി നിന്ന് പ്രാർത്ഥിച്ചോളാം പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു ഇത് എല്ലാവർക്കും പ്രാർത്ഥിക്കാൻ പറ്റുന്ന സ്ഥലമായിരിക്കും. ഞാനും ചെരുപ്പൂരി അവിടെ ഇട്ടിട്ട് ഞാനും അവിടോട്ട് കയറി അവിടെ നിന്നു. ഞാൻ എന്താ പ്രാർത്ഥിക്കുക? എനിക്കറിയാവുന്നത് സ്വർഗസ്വനായ പിതാവേ, കൃപ നിറഞ്ഞു അറിയവേ, പിന്നെ ശുദ്ധമുള്ള പിതാവേ, മോറാനെ യേശുമിശിഹായും, ഉറക്കമില്ലാത്ത ഉണർവുള്ളവനെയും. ഉറക്കമില്ലാത്ത ഉണർവുള്ളവനെ ഞാൻ വെളുപ്പിനെ മുറിയിലിരുന്ന് ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു. അപ്പോൾ ഇതൊക്കെ എനിക്കറിയത്തുള്ളൂ. ഞാനവിടെ ചെന്ന് നിന്നു. അവിടെ ചട്ടമ്പി സ്വാമികളുടെ രൂപമാണോ അതോ ദേവതയുടെ രൂപമാണോ എന്നൊന്നും എനിക്ക് ഓർമ്മയില്ല, നിശ്ചയവുമില്ല. ചട്ടമ്പി സ്വാമികളുടെ രൂപം അവിടെ റോഡിൽ ഇരിപ്പുണ്ട്, മണന്തല ജംഗ്ഷനിലുണ്ട്. അപ്പോൾ അത് ഞാൻ കണ്ടിട്ടാണ് അങ്ങോട്ട് പോയത്. ഞാൻ വല്ലപ്പോഴും അവിടെ പോകുമ്പോഴൊക്കെ അത് കാണാറുമുണ്ട്. എങ്കിലും ഞാൻ അവിടെ ചെന്ന് നിന്ന് ഇച്ചിരി നേരം കണ്ണടച്ച് നിന്നു. നമ്മുടെ ഒരു ദൈവാലയത്തിൽ എന്നാണ് എനിക്കറിയാവുന്ന പ്രാർത്ഥനകളൊക്കെ ഞാൻ ചൊല്ലി. ഏകദേശം 8-10 മിനിറ്റ് അവിടെ നിന്നു. കുറേ പ്രാർത്ഥന ചൊല്ലി. വെളുപ്പിനെ വലിയ ഉറക്കമില്ലാത്ത ഗുണമുള്ളവനെയും സ്വർഗസ്വനായ പിതാവും പിന്നെ മാലാഖമാരുടെ സ്തുതിപ്പും ഒക്കെ ഒന്നുകൂടെ പാടി, ഒന്നുകൂടെ ചൊല്ലി. എന്നിട്ട് ഒരു രഹസ്യ പ്രാർത്ഥനയുടെ അംശം മനസ്സിൽ വന്നത് അതും ചൊല്ലി ഞാൻ ഇറങ്ങിപ്പോയിരുന്നു. നമുക്ക് ദൈവശബ്ദം കേൾക്കുവാൻ പ്രാർത്ഥന ഒരു മുഖാന്തരാണ്, അതിന് തർക്കമില്ല. അത് നമ്മുടെ ദൈവാലയത്തിലെ ശബ്ദം ഉയർത്തി കേൾപ്പിച്ചാലും കേൾക്കുന്ന മനുഷ്യന് പ്രാർത്ഥനയുടെ ശബ്ദമായിട്ട് തോന്നണം. അതിന് അവൻ്റെ ഹെർണിയ ഇളക്കുന്ന ശബ്ദത്തിൽ കേൾപ്പിക്കണമെന്നില്ല. ഇത് ചൊല്ലുന്നവൻ്റെ ഹെർണിയ ഇളക്കേണ്ട കാര്യമില്ല. മര്യാദയ്ക്കും മെല്ലമായിട്ട് ചൊല്ലിയാൽ മതി. നമ്മളങ്ങനല്ല, അവനെ കേൾപ്പിച്ച് അടങ്ങുള്ളൂ എന്നുള്ള മട്ടിൽ അതിൻ്റെ ആവശ്യമില്ല. ചില നിർബന്ധം നമ്മളങ്ങനെ ആകട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞു, പ്രാർത്ഥന ദൈവശബ്ദം കേൾപ്പിക്കുന്നുള്ള മുഖാന്തരാണ്. തിരുവചനം തീർച്ചയായിട്ടും. ഇനി വേറെ എന്തെങ്കിലും മാർഗമുണ്ടോ? തീർച്ചയായിട്ടും കാണും, തീർച്ചയായിട്ടും കാണും. അമ്മയപ്പന്മാരുടെ ശബ്ദം കുട്ടികൾക്ക് ദൈവശബ്ദം കേൾപ്പിക്കുന്നതിനുള്ള മുഖാന്തരാണ്. അത് യാതൊരു തർക്കവുമില്ല. ദൈവശബ്ദം കേൾപ്പിക്കുന്നതിനുള്ള മുഖാന്തരാണ് അത്. അമ്മയപ്പന്മാരുടെ ശബ്ദം, സമൂഹത്തിൽ ടീച്ചേഴ്സിൻ്റെ ശബ്ദം, അത് ഇതിനുള്ള മുഖാന്തരാണ്. തർക്കമറ്റ സംഗതിയാണ്. പക്ഷെ ആ സ്ഥാനത്തെ നമ്മൾ ഇന്ന് വേണ്ട രീതി കണക്കാക്കുന്നുണ്ടോ? ടീച്ചർ എന്തെങ്കിലും പിള്ളേരോട് ശാസനയായിട്ട് പറഞ്ഞാൽ ഉടനെ തന്നെ ഫോൺ വിളിച്ച് നമ്മൾ വേണ്ടാത്ത ഗുലുമാലെല്ലാം ഒപ്പിക്കും. ടീച്ചർ നമ്മുടെ കുട്ടിയെ ശാസിച്ചത് ചിലപ്പോൾ ദേഷ്യത്തിലായിരിക്കാം. ദേഷ്യത്തിലാണെങ്കിലും ഉദ്ദേശം ഇവൻ നന്നാക്കണം, ഇവള് ഗുണമാകണം എന്നുള്ള കാര്യമാണ്. പക്ഷെ നമ്മളത് അംഗീകരിക്കത്തില്ല. പിള്ളേർ വന്ന് വീട്ടിൽ വന്നേച്ച് ഞാനൊന്നും ചെയ്യാതെ അവിടെ ഇരിക്കുവോ, അടുത്തിരുന്നവൻ അന്നേരം അങ്ങനെ വെള്ളം വെച്ചതിന് എന്നെ കണക്ക് പറഞ്ഞു, അങ്ങനെ ചെയ്തു. ആ ടീച്ചറിന് അല്ലേലും എന്നോട് ഇച്ചിരിച്ച ഒരു കൊണ്ട. ഇത് കേട്ട വടി കേൾക്കാത്ത മതി. നമ്മൾ ഉടനെ തന്നെ ടീച്ചറിനെ വിളിക്കത്തില്ല, അതിൻ്റെ മേളിലുള്ള മിസ്ട്രസിനെ വിളിച്ചേച്ച് ഉടനെ 2 വർത്താനം പറയും. എങ്ങനെയുണ്ട് ദൈവശബ്ദം ആ ടീച്ചറിലൂടെ നമ്മുടെ മോന് കിട്ടേണ്ടത്? കഥ പോകുകയാണ്. അതുപോയി. നമ്മുടെ പല അമ്മയപ്പന്മാരുടെയും ഗതി ഇത് തന്നെയാണ്. സൺഡേ സ്കൂളിൽ OVBSന് ദൈവശബ്ദം നമ്മൾ കേൾപ്പിക്കുന്നുണ്ടോ? അത് കേൾപ്പിക്കാനുള്ള മാർഗമാണ്. അപ്പോൾ ദൈവശബ്ദം കേൾപ്പിക്കുവാൻ ടീച്ചേഴ്സിനും മുതിർന്നവർക്കും ഒക്കെ ഉണ്ട് സാധനം.
ദൈവാലയവും പൊതുസമൂഹവും ഒക്കെ തന്നെ സംഭവങ്ങളും ഒക്കെ ദൈവശബ്ദം കേൾക്കുന്നതിനുള്ള മുഖാന്തരമാണ്. ദൈവശബ്ദം കേൾപ്പിക്കുന്നതിനുള്ള മുഖാന്തരമാണ്. അതുകൊണ്ട് ദൈവശബ്ദം കേൾക്കുന്നതിനുള്ള മുഖാന്തരങ്ങൾ ഏറെയുണ്ട്. അവ കേൾപ്പിക്കുമ്പോൾ അവ അനുസരണത്തിൻ്റെ മാതൃക സ്വീകരിക്കുവാനിടയാകണം. 1 കൊരിന്ത്യർ ലേഖനം 1-ാം അധ്യായം 26-ാമത്തെ വാക്യത്തിൽ പറയുന്നു, സഹോദരങ്ങളെ, നിങ്ങളുടെ വിളിയെ നോക്കുവീൻ. വിളി ദൈവശബ്ദം കേൾപ്പിക്കുമ്പോൾ അതിന് അനുസരണത്തോടെ നിലകൊള്ളേണ്ടത് ആവശ്യമുണ്ട്. അവർ ഈ ദൈവശബ്ദത്തിന് അനുസരണത്തിൻ്റെ മാതൃക നൽകിയവർ മാത്രമല്ല, അവർ കഷ്ടപ്പാടിൽ, ദുരിതങ്ങളിൽ, തെറ്റിദ്ധാരണകളിൽ, പ്രയാസങ്ങളിൽ അവർ ഒരുമിച്ച് നിൽക്കാൻ മാതൃക കാട്ടിയവരാണ്. നോക്കൂ, ഒരു പെൺകുട്ടിക്ക് ഇങ്ങനെ വേണം ഭർത്താവെന്ന് പറയാൻ പറ്റുന്ന ഒരു മാതൃക പുതിയ നിയമത്തിൽ നല്ലതായിട്ട് കിട്ടുന്നത് ജോസഫിലൂടെയാണ്. ഷീ ഹാഡ് സം സ്ട്രഗിൾസ്. മേരി ഹാഡ് സം സ്ട്രഗിൾസ്. ഇന്നത്തെ വാക്കിൽ പറഞ്ഞാൽ അങ്ങനെ പറയാം. പക്ഷേ ജോസഫ് ഒപ്പം നിൽക്കുകയാണ്. നോക്കൂ, പൂർണ്ണ ഗർഭിണിയായ ഭാര്യയെ അന്നുള്ള കാറെന്ന് പറയുന്നത് കഴുതപ്പുറമാണ്. അവിടെ കയറ്റിയിരുത്തി ഒന്ന് സഹായിച്ച് താങ്ങി അതിനെ കൊണ്ട് പോവുകയാണ്. പോകുന്ന വഴിക്ക് വല്ല വെട്ടമുള്ള വാതിലിലും മുട്ടുകയാണ് ജോസഫ്. എൻ്റെ ഭാര്യയ്ക്ക് ഒന്ന് വിശ്രമിക്കണം. അപ്പോൾ അവരിതൊന്ന് നോക്കുമ്പോൾ ഇത് പൂർണ്ണ ഗർഭിണി, ഇവിടെ കടത്തിയാൽ ഇവർ രണ്ടുപേരും വന്നവർ 3ആയിട്ടേ പോകത്തുള്ളൂ. വേണ്ട, ഒക്കാത്തടത്ത് അയാളൊരു മാർഗം കണ്ടെത്തി. ഇവിടെയെങ്കിൽ ഇവിടെ, അങ്ങനെ പശുത്തൊഴുത്തി കിടത്തി. നോക്കൂ, ഒപ്പം നിൽക്കുന്ന ഒരു പുരുഷൻ്റെ ചിത്രമാണ്. ഇവിടെ നിൽക്കുന്ന പുരുഷന്മാരെ എത്ര പേര് ഒപ്പം നിൽക്കും? ഇവിടെ നിൽക്കുന്ന സ്ത്രീകൾ എത്ര പേരൊപ്പം നിൽക്കും? ജപ്പാനിൽ നിന്ന് 2001 ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്ത് ഇവിടെ ഇന്ത്യയിൽ വിതരണത്തിന് കൊണ്ടുവന്ന ഒരു പുസ്തകമുണ്ട്. ആഫ്റ്റർ ദ ക്വേക്ക് എന്നാണ് ആ ഗ്രന്ഥത്തിൻ്റെ പേര്. ഹരൂക്കി മുറക്കാമി എന്നാണ് ഗ്രന്ഥകാരൻ്റെ പേര്. ആഫ്റ്റർ ദ ക്വേക്ക് എന്ന് പറഞ്ഞാൽ ഭൂകമ്പത്തിന് ശേഷം. ക്വേക്ക്, എർത്ത് ക്വേക്ക് എന്നൊക്കെ പറയുന്നതാണ്. ഭൂകമ്പശേഷം എന്നുള്ള ഈ ഗ്രന്ഥത്തിലെ ഇതിവൃത്തം ഭൂകമ്പത്തിൽ എല്ലാം നഷ്ടപ്പെട്ടതോടുകൂടി സംഭ്രമവും പ്രയാസവും കോപവും തന്നോട് തന്നെ വെറുപ്പും ഒക്കെ തോന്നിയ ഭാര്യ ഭർത്താവിനെ ഉപേക്ഷിച്ച് അങ്ങോട്ടോ പോയി. നമ്മുടെ ചൂരൽമലയിൽ ഉരുൾപൊട്ടലുണ്ടായിട്ട് അവിടെയുള്ള സ്ത്രീകൾ ഭർത്താക്കന്മാരെ ഉപേക്ഷിച്ച് പോയാൽ എങ്ങനെ ഇരിക്കും? ഉപേക്ഷിക്കാൻ വയ്യാത്തതുകൊണ്ട് ചിലർ ഭാര്യയും ഭർത്താവ് ഒരുമിച്ച് ഒഴുകി പോകേണ്ട സ്ഥിതിവിശേഷം ഉണ്ടായി. പക്ഷെ ഒഴുകിപ്പോകാത്ത, മനസ്സിന് ഒരു കുലുക്കവും ഇല്ലാത്ത നേതാക്കൾ കേരളത്തിലും കേന്ദ്രത്തിലും ഉണ്ട്. ഒരു കുലുക്കവും ഇല്ല. അവിടെയുള്ള മനുഷ്യരോട് എന്നെ സൂചിപ്പ പറഞ്ഞുകൊണ്ടിരുന്നത്, ഇവന്മാരുടെ കണ്ണ് തുറക്കുവോ? ഇന്നും നാളെയുമായിട്ട് ചില തീരുമാനങ്ങൾ ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അതുണ്ടാകണം. ആയിട്ട് ഞാൻ പറഞ്ഞത്, ജീവിതത്തിലെ പ്രശ്നങ്ങളുടെ നെരിപ്പോടിൻ്റെ മധ്യത്തിൽ നമുക്ക് ഒരുമിച്ച് നിൽക്കാനൊരു മാതൃക ജോസഫും മറിയമും തരികയാണ്. അവർ പരിമിതാർത്ഥത്തിൽ മാത്രമേ ദമ്പതികളായിരുന്നുള്ളൂ, ജോസഫും മറിയമും. പക്ഷേ അവർ ഒരുമിച്ച് നിൽക്കുകയാണ്. ഒരുമിച്ച് നിൽക്കാനുള്ള മാതൃക അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരുമിച്ച് നിൽക്കാനുള്ള മാതൃക സ്വീകരിക്കുവാൻ അവർ ഒരുങ്ങുമ്പോൾ ജീവിതത്തിൻ്റെ ക്ലേശങ്ങളുടെ മധ്യത്തിൽ നമുക്കും ഒരുമിച്ച് നിൽക്കാനാകും. അങ്ങനെ ഒരു മാതൃകയാണ് ജോസഫിൽ, മറിയമിൽ നമ്മൾ കാണുന്നത്. ആ ജോസഫിനെ മുന്നിൽ നിർത്തിയാണ് 12-ാം വയസ്സിൽ യേശുവിനെ കാണാതെയാകുമ്പോൾ 12-ാം വയസ്സിൽ കാണാതെയായിട്ട് തിരിച്ചു കിട്ടുമ്പോൾ യേശുവിനെ തിരിച്ചു കിട്ടിയ സന്തോഷത്തിൽ കന്യകമറിയാം യേശുവിനോട് പറയാൻ, മോനെ, നിന്റെ അപ്പനും ഞാനും എന്ത് വിഷമിച്ചെന്നറിയാമോ?
That includes everything that a lady could say about her husband. ഒരു സ്ത്രീക്ക് അവളുടെ ഭർത്താവിനെ കുറിച്ച് പറയാനുള്ളതെല്ലാം അതിലുണ്ട്. മോനെ, നിന്റെ അപ്പനും ഞാനും എന്ത് വിഷമിച്ചെന്നറിയാമോ? ആ ജോസഫിനെ കുറിച്ച് പിന്നെ അധികം കാണുന്നില്ല സുവിശേഷത്തിൽ. അദ്ദേഹം അപ്പോഴേ അല്പം പ്രായമുണ്ടാകാം, അദ്ദേഹം കടന്നുപോയിരിക്കാം. പക്ഷേ കന്യകമറിയാം തിരുസഭയോടൊപ്പം ചേർന്ന് നിൽക്കുന്നു. അവരിരുവരും ദൈവശബ്ദത്തിൻ്റെ മുമ്പിൽ അനുസരണത്തിൻ്റെ മാതൃകയായിരുന്നു. അവർ ഇരുവരും പ്രശ്നങ്ങളുടെ മധ്യത്തിൽ ഒരുമിച്ച് നിൽക്കുന്ന, ഒരുമിച്ച് ജീവിക്കുവാൻ, ഒരുമിച്ച് പ്രവർത്തിക്കുവാൻ, ഒരുമിച്ച് നിലകൊള്ളുവാൻ ഒക്കെ വിളിക്കപ്പെട്ടവർക്ക് ചേർച്ചയുടെ മാതൃക കാട്ടുന്നവരായിരുന്നു. Where we are now, will we ask ourselves? Will we ask internally? നമ്മൾ നമ്മോട് തന്നെ ചോദിക്കുമോ? ആ ചോദ്യത്തിന് എന്ത് ഉത്തരമാണ് നൽകാൻ നമ്മൾ ഇഷ്ടപ്പെടുന്നത്? ഉത്തരം നൽകാതെ ജീവിതം കൊണ്ട് ഉത്തരമായി ഭവിക്കുവാൻ ദൈവം നിനക്ക് ഭാഗ്യം നൽകട്ടെ. കർത്താവിൻ്റെ ശ്രേഷ്ഠ മാധ്യസ്ഥമായി നമുക്ക് മുമ്പിലുള്ള മോർ ജോസഫിനോടും കന്യകമറിയാമിനോടും ചേർന്ന് മോർ ഗ്രിഗോറിയോസിനോട് ചേർന്ന് നമ്മുടെ ജീവിതത്തെ ക്രിസ്തുവോളം കരുപ്പിടിപ്പിക്കുവാൻ നമുക്കാകട്ടെ എന്ന് പ്രാർത്ഥിച്ച് നിങ്ങളുടെ പ്രാർത്ഥന അപേക്ഷിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. താങ്ക് യു വെരി മച്ച്.